ഹലോ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഓർണമെൻ്റൽ ഫിഷായ ഗോൾഡ് ഫിഷിൻ്റെ കുറച്ച് കെയറിങ് ടിപ്സ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ഗോൾഡ് ഫിഷിനൊക്കെ വാങ്ങിച്ച് നമ്മുടെ ടാങ്കിലോ അല്ലെങ്കിൽ അക്വേറിയത്തിലോ ഇട്ട് കഴിഞ്ഞാലും വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവ ചത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചത്തു പോകുന്നത്, സാധാരണഗതിയിൽ കാണപ്പെടുന്ന കുറച്ച് റീസൺസും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഫസ്റ്റ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷുകൾക്ക് പെട്ടെന്ന് വരുന്ന ചില അസുഖങ്ങളാണ്. ഉദാഹരണത്തിന് ഇച്ച്, ഫംഗസ്, അങ്ങനെയുള്ള ചില അസുഖങ്ങൾ ഇവയ്ക്ക് പെട്ടെന്ന് വരും. ഇച്ചെല്ലാം ഇവയുടെ ശരീരത്തിൽ, ഇച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് പേനാണ്. ഈ പേൻ ഇവയുടെ ശരീരത്തിൽ വന്നാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചെറിയ ഒരു ചെളിയുടെ കറ പോലെയൊക്കെ ഇതിൻ്റെ വാലുകളിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇവയെ കാണാറുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ റിമൂവ് ചെയ്ത് കളയണം. ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് റബ്ബ് ചെയ്താൽ തന്നെ കുറേയൊക്കെ പോവും. അങ്ങനെ പോകുന്നില്ല എങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് നടത്തണം. അതേപോലെ വെള്ളം ഒരല്പം നേരം സോൾട്ട് വാട്ടറിൽ ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഫംഗസിൻ്റെയൊക്കെ മരുന്നുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം 1-2 ആഴ്ച അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടുക. അതിന് ശേഷം മാത്രം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവൂ. ഇത് മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവൂ. കാരണം ഈ ഇച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരുകയും ഈ ഫിഷിൻ്റെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുക്കുകയും അതിൻ്റെ ശരീരം പൊട്ടുകയും അങ്ങനെ അത് അഴുകിയാകെ അത് മരണത്തിന് വരെ കാരണമാവും. അത് ഒരെണ്ണത്തിന് മാത്രമല്ല, ഒരു മീനിന് വന്നു കഴിഞ്ഞാൽ അത് ആ ഗ്രൂപ്പിലുള്ള ബാക്കി മീനുകൾക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇച്ച് പോലുള്ള അസുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം ആ ടാങ്കിലെ എല്ലാ മീനുകളും ചത്തുപോകാൻ അത് കാരണമാവും. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് പറയുന്നത് ടാങ്കിൻ്റെ വൃത്തിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ ടാങ്കിൽ ഈ ഫിഷിന് ഇട്ട് കൊടുക്കുന്ന ഫുഡൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഫംഗസ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂട്ടും. അതേപോലെ തന്നെ ഈ മീനിന് ഇട്ട് കൊടുക്കുന്ന ഫുഡിൽ നിന്ന് ഫുഡ് ഒത്തിരി കഴിക്കുന്നത് വഴി ഒത്തിരി കാഷ്ടിക്കുന്ന ഒരു മീൻ കൂടിയാണ് നമ്മുടെ ഗോൾഡ് ഫിഷ്. അതുവഴി ഈ കാട്ടം ടാങ്കിൽ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് അമോണിയ ഫോം ചെയ്യാൻ കാരണമാവും. അതുവഴി ഈ മീനുകൾക്ക് വളരെ ദോഷകരമായ ബാക്ടീരിയകളും അതിൽ ഫോം ആവും. അതുകൊണ്ട് ഒരിക്കലും ടാങ്ക് വൃത്തികേടായിട്ടിടരുത്. ഇതുപോലെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലൈവ് പ്ലാന്റ്സ്, സാൻഡ്, സ്റ്റോൺ ഇവയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എടുത്ത് ക്ലീൻ ആക്കിയ ശേഷം മാത്രം തിരിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗോൾഡ് ഫിഷ് കിടക്കുന്ന ടാങ്കിലെ അല്ലെങ്കിൽ അക്വേറിയത്തിലെ വെള്ളം ചേഞ്ച് ചെയ്യണം. ഇത് വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും എല്ലാ വെള്ളവും ഒരുമിച്ച് മാറ്റരുത്. ഒരു 75% മാത്രമേ ഇതിൽ നിന്ന് വെള്ളം മാറ്റാവൂ. ആ വെള്ളം മാറ്റുന്നതോടൊപ്പം തന്നെ ഈ ടാങ്കിലെ എല്ലാ ചെളികളും അതുപോലുള്ള എല്ലാ കാട്ടവും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു 25% ആ വെള്ളം തന്നെ ഇടണം. കാരണം പുതിയ വെള്ളവുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ മീനുകളെ സഹായിക്കുന്നത് ഈ വെള്ളമാണ്. അതുപോലെ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഫംഗി ഡ്രോപ്സ് അതല്ലെങ്കിൽ ഉപ്പ് കല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് അല്പനേരം ഇട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മീനുകളെ അതിലേക്ക് മാറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഏറ്റവും അധികം ആളുകൾ മീനുകളുടെ കാര്യത്തിൽ വിട്ടുകളയുന്ന ഒരു പോയിൻ്റാണ് മീനുകളുടെ സ്ട്രെസ്സ്. അതായത് ഒരു മീനിനെ ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അവയ്ക്ക് വളരെ ബോറടിക്കും. അത് ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യവുമാണ് മീനുകളുടെ സൈഡിൽ നിന്ന്. പ്രത്യേകിച്ച് ഗോൾഡ് ഫിഷ് അത് കൂട്ടമായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മീൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗോൾഡ് ഫിഷിനെ ഇടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 4 മുതൽ 6 വരെ ഗോൾഡ് ഫിഷിനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ ആ ടാങ്കിന് ഏറ്റവും കുറഞ്ഞത് 2x1x1 ഫീറ്റ് അളവെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് 2x1x1 അടിയുള്ള ഒരു ടാങ്കിലാണ് നമ്മൾ ഗോൾഡ് ഫിഷിനെ വളർത്തുന്നതെങ്കിൽ അതിനകത്ത് 5 or 6 ഗോൾഡ് ഫിഷിനെ വരെ ഇടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഇട്ടാലും ഇവ കൺജസ്റ്റഡ് ആവും. അതും ദോഷം ചെയ്യും. പിന്നെ ഗോൾഡ് ഫിഷുകളെ ഒരിക്കലും ബൗളിൽ ഇടാതിരിക്കുക. നമ്മൾ പല പരസ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഗോൾഡ് ഫിഷിനെ ബൗളിലിട്ട് വെക്കുന്നത്. അങ്ങനെ ഇട്ട് വെച്ചാൽ ഇവ ഏറ്റവും കൂടിയ 2 ആഴ്ച വരെയൊക്കെ സർവൈവ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ബൗളിലിടുമ്പോൾ ബൗളിൻ്റെ വാവട്ടം എത്രയാണോ അതായിരിക്കും ശരിക്കും അതിൻ്റെ ആ വെള്ളത്തിലേക്ക് വരുന്ന ഓക്സിജൻ്റെ ഇൻടേക്കിൻ്റെ അളവ്. അതുകൊണ്ട് തന്നെ ആ ബൗളിൻ്റെ മൊത്തത്തിലുള്ള സൈസല്ല നോക്കേണ്ടത്, വാവട്ടത്തിൻ്റെ സൈസിനനുസരിച്ചുള്ള മീനെ മാത്രമേ ബൗളിലിട്ട് വളർത്തുകയാണെങ്കിൽ തന്നെ അതിലിടാവൂ. അതും ഒരു മീനിനെ ഒറ്റയ്ക്ക് ബൗളിലിടുക എന്ന് പറയുന്നത് അവയുടെ സ്ട്രെസ്സ് വളരെയധികം കൂട്ടുന്നൊരു കാര്യമാണ്.
അതുകൊണ്ട് ബെറ്റർ ഗോൾഡ് ഫിഷിനെ എന്നല്ല, ഒരു മീനുകളെ തന്നെ ബൗളിലിട്ട് വളർത്താതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഗോൾഡ് ഫിഷിന് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. ഗോൾഡ് ഫിഷിനെന്നല്ല, ഏതൊരു ഫിഷിനാണെങ്കിൽ പോലും അവയ്ക്ക് കൊടുക്കുന്ന ഫുഡ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഫുഡ് കുറേ ഇട്ട് കൊടുക്കാതെ ദിവസത്തിൽ 2-3 സമയം അതിനാവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു അളവ്, ആ ഒരു ക്വാണ്ടിറ്റി ഫുഡ് മാത്രം ഇട്ട് കൊടുക്കുക. ഗോൾഡ് ഫിഷിനെ സംബന്ധിച്ച് അത് വളരെയധികം ഫുഡ് കഴിക്കുന്ന ഒരു മത്സ്യമാണ്. നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നോ അത് അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചില സമയങ്ങളിൽ ഗോൾഡ് ഫിഷ് ചത്ത് കിടക്കുന്ന കണ്ടിട്ട് അതിൻ്റെ വയറ് കീറി നോക്കിയാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇത് കഴിച്ചിരിക്കുന്ന ഫുഡ് വീർത്തിരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് നമ്മളിടുന്ന പല ഫുഡുകളും ഇവയുടെ വയറ്റിൽ കിടന്ന് വീർക്കാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവയ്ക്ക് എന്തുമാത്രം ഫുഡ് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് അത്രയും മാത്രമേ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാവൂ. ചിലർ പറയുന്നുണ്ട് ഗോൾഡ് ഫിഷിന് ആമാശയമില്ല, അതുകൊണ്ട് നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, കഴിക്കുന്നത് നേരെ വയറ്റിൽ ചെന്ന് കിടക്കും, അത് അവിടെ കിടന്ന് വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് ചീർത്ത് ഗോൾഡ് ഫിഷ് ചത്തു പോകാനുള്ള ഒരു കാരണമാവാറുണ്ടെന്ന്. അതുകൊണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഫുഡ് തന്നെ എടുക്കുക. അത് കൊടുക്കുന്നത് ദിവസത്തിൽ 2-3 സമയം അവയ്ക്ക് അത്യാവശ്യം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കാവൂ, കുറേ എടുത്ത് ഇടരുത്. എല്ലാത്തരം ഭക്ഷണം കഴിക്കുന്നവയാണ് ഗോൾഡ് ഫിഷ് എങ്കിലും ഇവ മെയിനായിട്ടും വെജിറ്റേറിയൻസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഗോൾഡ് ഫിഷ് പെട്ടെന്ന് ചത്തുപോകുന്നതിനുള്ള കാരണങ്ങൾ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടും ഗോൾഡ് ഫിഷുകൾ ചാവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പെറ്റ് ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് മെഡിസിൻസ് കിട്ടും. ഫംഗസിനും മറ്റ് അസുഖങ്ങൾക്കൊക്കെ ഉള്ള മെഡിസിൻസ് കിട്ടും. അതെല്ലാം വാങ്ങിച്ച് അതിൽ പറയുന്ന അളവിൽ യൂസ് ചെയ്യുക. അതുവഴിയും ഗോൾഡ് ഫിഷിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ച് ഈ തെറ്റുകളെല്ലാം അവോയ്ഡ് ചെയ്ത് നമുക്കും ഗോൾഡ് ഫിഷിനെ വളർത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.